1 by 0.1 plus 0.1 by 0.01 plus 0.01 by 0.001 plus 0.001 by 0.0001. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കിതിൽ 4 എണ്ണം ഉള്ളത്. ഇതിലത്തെ ഓരോന്നായിട്ട് കാണും. ആദ്യം ഇത് മാത്രം ചെയ്യുക. 1/0.1. ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അംശത്തിൽ ദശാംശം ഇല്ല, ഛേദത്തിൽ മാത്രമേ ദശാംശമുള്ളൂ. അപ്പോൾ ഛേദത്തിൽ ദശാംശം വരുമ്പോൾ നമ്മൾ ആ ദശാംശം എടുത്ത് കളയണം. ഈ ദശാംശം എടുത്ത് കളയണം. ദശാംശം എടുത്ത് കളയുമ്പോൾ എത്ര ദശാംശം ഉണ്ട്? ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുള്ളത്, ഒരു ഡെസിമൽ പ്ലേസ് ഉള്ളത്, അത് കളയണം. അപ്പോൾ ഈ ഡെസിമൽ കളഞ്ഞാൽ അവിടെ എത്രയും നമ്പർ 1 എന്നാവും. അപ്പോൾ ഛേദം 1, ഡിനോമിനേറ്റർ 1 എന്നായി. നമ്മൾ എന്താ ചെയ്ത്? ഒരു ഡെസിമൽ പ്ലേസ് എടുത്ത് കളഞ്ഞു. ഒരു ഡെസിമൽ പ്ലേസ് ഡിനോമിനേറ്റർ എടുത്ത് കളഞ്ഞാൽ അതിന് പകരമായിട്ട് ന്യൂമറേറ്ററിൽ ഒരു 0 ചേർക്കണം. ഡിനോമിനേറ്ററിൽ ഒരു ഡെസിമൽ പ്ലേസ് എടുത്ത് കളഞ്ഞാൽ ന്യൂമറേറ്ററിൽ അതിന് പകരമായിട്ട് ഒരു 0 ചേർക്കണം. 1ൻ്റെ കൂടെ 0 ചേർത്താൽ 10/1 എന്നായി. ഇതുപോലെ നമ്മൾ ഓരോന്നിനും ചെയ്യണം. ഇവിടെ 0.01 by 0.001 ഇതിൽ എന്താ വ്യത്യാസം? ഇവിടെ അംശത്തിൽ ഡെസിമൽ ഉണ്ടായില്ല, ഇവിടെ അംശത്തിൽ ഡെസിമൽ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്ത് രണ്ടോടത്തും അംശത്തിലും ഛേദത്തിലും ഡെസിമൽ നോക്കുക. അംശത്തിൽ ഒരു പ്ലേസേ ഉള്ളൂ ഡെസിമൽ കഴിഞ്ഞിട്ട്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് ദശാംശം കൂടുതൽ? ദശാംശം ഛേദത്തിലാണ് കൂടുതൽ. അതുകൊണ്ട് ഛേദത്തിൽ എവിടെയാണോ കൂടുതൽ അവിടെ കളയുക. ഇവിടെയാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂടുതൽ, അവിടെ ദശാംശം കളഞ്ഞാൽ എന്താവും? 1 എന്നാവും. പിന്നെ പൂജ്യങ്ങൾ വരില്ലോ, ദശാംശം കളഞ്ഞാൽ എത്രയും 1 എന്നായി. ബൈ ഇവിടെ 2 ദശാംശ സ്ഥാനം നമ്മൾ നീക്കിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അംശത്തിലും 2 സ്ഥാനം വലത്തോട്ട് നീക്കണം. ഛേദത്തിൽ 2 സ്ഥാനം കളയുമ്പോൾ അംശത്തിൽ 2 സ്ഥാനം വലത്തോട്ട് നീക്കണം. ഇവിടെ വലത്തോട്ട് നീക്കാൻ ഒരു പ്ലേസേ ഉള്ളൂ. 2 സ്ഥാനം നീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ചേർക്കണം. അപ്പോൾ ഡെസിമലും പോയി, ഒരു 0 ചേർക്കുമ്പോൾ എന്തായി? 10/1. അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസ്, ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പ്ലേസ്. എവിടെ കൂടുതൽ ഡെസിമൽ പ്ലേസ്? ഡിനോമിനേറ്ററിലാണ് 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ അതെടുത്ത് കളയുക. നമ്മൾ ഡിനോമിനേറ്ററിൽ 3 പ്ലേസ് എടുത്ത് കളയുക. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായി? 1 ആയി. അപ്പോൾ ഛേദത്തിൽ 3 സ്ഥാനം നമ്മൾ എടുത്ത് കളയുമ്പോൾ അംശത്തിൽ എന്ത് ചെയ്യണം? 3 സ്ഥാനം വലത്തോട്ട് നീക്കണം. അംശത്തിൽ 3 സ്ഥാനം വലത്തോട്ട് നീക്കണം. അംശത്തിൽ വലത്തോട്ട് നീക്കാൻ ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. ദശാംശം കഴിഞ്ഞിട്ട് 3 സ്ഥാനം വരെ ഇവിടെ ഒരു 0 ചേർക്കണം. പിന്നെ ഈ പൂജ്യങ്ങൾ വരില്ല. അപ്പോൾ ഇവിടെ എത്രയായി? 10/1 ആയി. അതുപോലെ ഇവിടെ നോക്കുമ്പോഴോ, ഇവിടെ 3 പ്ലേസ്, ഇവിടെ 4 പ്ലേസ്. എവിടെ കൂടുതൽ? ഇവിടെയാണ് കൂടുതൽ. അതെടുത്ത് കളഞ്ഞു. അപ്പോൾ എന്തായി? ഇവിടെ 1 എന്ന് വന്നു. ഛേദത്തിൽ 4 പ്ലേസ് നീക്കുമ്പോൾ, എടുത്ത് കളയുമ്പോൾ അംശത്തിൽ എന്ത് ചെയ്യണം? 4 പ്ലേസ് റൈറ്റിലേക്ക് നീക്കണം. അവിടെ ഡെസിമൽ പ്ലേസ് 3 ഉള്ളൂ റൈറ്റ് സൈഡിൽ. അപ്പോൾ 1 കൂടി 4 വരെ ഒരു പൂജ്യം കൂടി വേണം. അപ്പോൾ എന്തായി? ഇതൊന്നും പൂജ്യങ്ങൾ വലിയ 10 എന്നായി. അപ്പോൾ 10/1 + 10/1 + 10/1 + 10/1. 10/1 എത്രയാണ്? 10 പ്ലസ് ഇതും 10 പ്ലസ് 10 പ്ലസ് 10. 1, 2, 3, 4, 10 കൂടിയ ഉത്തരം 40.